ഹലോ, എന്തെല്ലാന്ന്? ഏഹേ. അപ്പോൾ കുറേ നാളുകൾക്ക് ശേഷമോ ഞാൻ എന്നെ വിളിച്ചൊരു കല്യാണത്തിന് പോയി. കറക്റ്റായിട്ട് പറയുകയാണെങ്കിൽ ഒരു കല്യാണ സദ്യ കഴിക്കാൻ പോയി. അപ്പം അങ്ങനെ ഒരു 10:45 മുഹൂർത്തത്തിന് താലി കെട്ടെല്ലാം കഴിഞ്ഞ് ഒരു 11:30 11:40 സദ്യ കഴിക്കായിരുന്നു. ദാ ഈ മൂപ്പരെ കണ്ട, മൂപ്പര കല്യാണമാണ് ഡിസംബർ 29-ാം തീയതി. അപ്പം അതിനും പോയിട്ട് ഇതേ പരിപാടി തന്നെ എനിക്ക് തുടരാനുള്ളതാണ്. അപ്പം സദ്യേൻ്റെ ചോറും സാമ്പാറും പപ്പടവും പച്ചടി ഓലനും കാളനും അവിയലും കൂട്ടുകറിയും പിന്നെ പൈനാപ്പിൾ പച്ചടി നാരങ്ങക്കറിയും മാങ്ങയച്ചാറും എല്ലാം വിളമ്പിയിട്ടുണ്ടേ. ചോറ് കുറുവിയരി ചോറല്ല കേട്ടാ, പൊന്നിയരിയില്ലേ, കുറച്ച് നേരിയ പൊന്നിയരി, അതിൻ്റെ ചോറാ. ഇനിയിപ്പം ചിലപ്പം കുറേ ആളുകൾ പറയേ സദ്യ ശരിക്കും ഇങ്ങനെയല്ല കഴിക്കണ്ടേ, ആദ്യം സാമ്പാർ കൂട്ടി കഴിക്കണം, അല്ലെങ്കിൽ പരിപ്പ് കൂട്ടി കഴിച്ചതിന് ശേഷം രസം കൂട്ടി കഴിക്കണം എന്നല്ല. പക്ഷെ നമുക്ക് അങ്ങനെയൊന്നും കഴിക്കാൻ നേരമില്ല. നമ്മൾ സദ്യ കഴിക്കുന്നത് ഇതാ ഈ രണ്ട് ഐറ്റംസ് കഴിക്കാൻ വേണ്ടി മാത്രമാണ്. ആ സാമ്പാറും കൂട്ടുകറിയും അവിയലും പച്ചടിയും നാരങ്ങക്കറിയും മാങ്ങയച്ചാറും രസവും മോരും എല്ലാം പെരങ്ങിയ വാഴയിലയിലേക്ക് ഈ രണ്ട് പായസം ഒഴിച്ചിട്ട് ഈ രണ്ട് പായസവും കൂടെ ഒരുമിച്ച് ചേർത്ത് കുഴക്കണം. ഇനി ആ കൈകൊണ്ട് കുഴച്ച് ചേർത്ത് മിക്സാക്കിയിട്ടുള്ള പാലടയും പ്രഥമനിലോട്ട് ഒരു പപ്പടം കൂടെ പൊടിച്ച് ചേർത്തിട്ട് ഒന്നും കൂടെ ഒന്ന് കുഴച്ചിട്ട് ഇതാ ഇങ്ങനെ ഇങ്ങോട്ട് എടുത്തിട്ട് എന്നിട്ട് അങ്ങോട്ട് കുടിക്കണം കേട്ടോ. ഊഫ്, എൻ്റെ അമ്മോ, ഒരു രക്ഷയില്ലേ. അപ്പം കല്യാണത്തിന് ലൈറ്റായിട്ട് സദ്യ കഴിച്ച് പിന്നെ ഒരു അരമണിക്കൂർ നേരം ആടുന്ന് തിരിഞ്ഞ് കളിച്ച ശേഷം പിന്നെ ആടുന്ന് ഇറങ്ങിയേ. അതെല്ലാം കഴിഞ്ഞ് ഒരു 1.5 മണിക്കൂർ കഴിയുമ്പോൾ എനിക്ക് പിന്നെയും വിശക്കാൻ തുടങ്ങി. ഇനി എന്തായാലും വെജിറ്റേറിയൻ കഴിക്കൽ നടക്കില്ല, കാരണം ഒരു ദിവസം ഒരു നേരം മാത്രമേ വെജിറ്റേറിയനെ കൊണ്ട് കഴിക്കാൻ പറ്റുള്ളൂ. അങ്ങനെ ഞാൻ നേരെ ഈ സ്പോട്ടിലേക്ക് പോയി. ഈ ഒരു സ്പോട്ട് തന്നെ പോകാനൊരു കാരണമുണ്ട്. ഞാൻ ഇതിനിടയ്ക്ക് ഇവിടെ പോയിട്ട് നല്ലോണം കഴിച്ചിട്ടുണ്ടായിരുന്നു. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു ഇവിടുത്തെ ഫുഡ്. എല്ലാ ഫുഡും നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ. അപ്പം കൂടുതൽ പരീക്ഷണത്തിന് നിൽക്കണ്ടെന്ന് വിചാരിച്ചിട്ട് തന്നെയാണ് ഞാൻ ഇങ്ങോട്ട് പോയത്. എന്നിട്ട് ആദ്യം തന്നെ 2 ടൈപ്പ് ചിക്കൻ്റെ കബാബും പിന്നെ ഒരു ബീഫിൻ്റെ കബാബും ഒരു മട്ടൻ്റെ കബാബും വരുന്ന ഒരു പ്ലാറ്റർ കഴിച്ച് അതിന് ശേഷമോ ഈ ഇവരെ സ്പെഷ്യലായിട്ടുള്ളൊരു ചെറിയ അപ്പമുണ്ട്, അത് പറഞ്ഞ് കല്ലപ്പോൾ. അതിൻ്റെ കൂടെ നമ്മളെ ചെമ്മീൻ്റെ കാന്താരി കറിയുണ്ട്, പിന്നെ ഒരു ഫിഷ് മാംഗോ കറിയും പറഞ്ഞു കേട്ടോ. ഇതെല്ലാം അൺലിമിറ്റഡ് ആയിട്ട് ഇവിടെ സെർവ് ചെയ്യുക. അതുകൊണ്ടാണ് പോലും ഇത്ര ചെറിയ ക്വാണ്ടിറ്റി അല്ലെങ്കിൽ പോർഷൻ കൊടുക്കുന്നത്. നമ്മൾ ചോദിച്ചു കഴിഞ്ഞാൽ എത്ര വേണ്ടിയെങ്കിലും ഇവർ തരും. അതിൻ്റെ കൂടെ തന്നെ ഒരു മീൻ മാങ്ങാക്കറി ഉണ്ട്. അപ്പോൾ അതും കഴിച്ചതിന് ശേഷം പിന്നെ ഒരു ബീഫ് ഓർഡർ ചെയ്ത്. ഇഷ്ടംപോലെ തേങ്ങാ കൊത്തെല്ലാം വരുന്ന ഒരു ബീഫിനും ആ ബീഫ് ലേശം ഹാർഡായിരുന്നെങ്കിലും സംഭവം ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതിന് ശേഷം ഞാൻ ഇവിടുന്ന് ഓർഡർ ചെയ്തത് ഈ മാക്ക് ആൻഡ് ചീസ് വിത്ത് ചിക്കൻ ബ്രസ്റ്റ് ആണ്. അതിൻ്റെ കൂടെ ഒരു ഗാർലിക് ബ്രെഡെല്ലാം വരുന്നുണ്ട്. സത്യം പറയാലോ, ആ മാക്ക് ആൻഡ് ചീസ് ഫുള്ള് ഞാൻ കഴിച്ചിട്ടില്ല, പക്ഷേ ചിക്കൻ ബ്രസ്റ്റ് ഫുള്ള് കഴിച്ചിന്. അതിന് ശേഷം ആ കല്ലപ്പവും ചെമ്മീനും മീനും ഒന്നും കൂടി ഒന്ന് ഓർഡർ ചെയ്ത് അതും കഴിച്ചതിന് ശേഷമോ ഇവരെ ഡെസേർട്ടിലേക്ക് കടന്നത്. ഇതൊരു ഭയങ്കര സ്പെഷ്യൽ ഡെസേർട്ടാണ് കേട്ടോ. നല്ല പശ പശ പോലത്തെ അല്ലെങ്കിൽ ഗുയി ആയിട്ടുള്ള കുറേ വാൾനട്ടെല്ലാം വരുന്ന ബ്രൗണി ഇല്ലേ, അതും ചോക്ലേറ്റ് സോസും വെനില ഐസ്ക്രീമും പിന്നെ ഫ്രൂട്ട്സും കൂടെ വരുന്നതാണ് ഈ ബേക്ക്ഡ് ബ്രൗണി വിത്ത് ഐസ്ക്രീം എന്ന് പറഞ്ഞ ഈ ഡെസേർട്ട്. ഒരു രക്ഷയില്ലാത്ത സാധനമാണ് കേട്ടോ. അപ്പം അതും കഴിച്ചിട്ട് ലാസ്റ്റ് കുറച്ച് ഫ്രഷ് ഫ്രൂട്ട്സും കഴിച്ച്. ഈ സ്പോട്ട് വരുന്നത് കണ്ണൂർ പുതിയ തെരു JK പാർക്ക് റെസിഡൻസി എന്ന് പറഞ്ഞ ഹോട്ടലിൽ 3rd ഫ്ലോറിലുള്ള വെലോസിറ്റി ലോഞ്ച് ബാറിലാണ്. ആടെ നിന്ന് ഇറങ്ങിയിട്ട് ഞാൻ നേരെ വീട്ടിലേക്ക് പോയാൽ വീട്ടിലെത്തിയാലോ എന്നെ കാത്തിട്ട് ഒരു ബോക്സ് ഉണ്ടായിരുന്നു അവിടെ നിൽക്കുന്ന ബോക്സ്. പക്ഷേ വീട്ടുകാരെല്ലാം പൊളിച്ചിന്. അതിൻ്റെ അകത്ത് ഇതേനും കേട്ട സാധനം ബ്രിട്ടീഷ് റെസിപ്പി ഇൻസ്പയർ ചെയ്ത് ഉണ്ടാക്കിയിട്ടുള്ള ഒരു അടിപൊളി സോഫ്റ്റ് ആയിട്ടുള്ള പ്രീമിയം പ്ലം കേക്ക് എൻ്റെ വീട്ടിലേക്ക് ഞാൻ എത്തുന്നതിന് മുമ്പേ തന്നെ അവരയച്ചെന്ന്. സൗത്ത് ഇന്ത്യയിലെ ലാർജസ്റ്റ് ഫുഡ് പ്രോസസ്സിംഗ് കമ്പനിയായ പാരിസൺസ് ഗ്രൂപ്പ് ലോഞ്ച് ചെയ്ത അതിഥി മാവൽ പ്രീമിയം പ്ലം കേക്കാണ് സാധനം. ശരിയായ മണലുള്ള പ്ലം കേക്ക് ഇല്ലേ, അതാണ് ഐറ്റം. ഈ പ്ലം കേക്കിൽ വരുന്ന എല്ലാ ഇൻഗ്രീഡിയൻസും പാരിസൺസ് ഗ്രൂപ്പ് ഇൻ ഹൗസ് ആയിട്ട് മാനുഫാക്ചർ ചെയ്യുന്നതാണ്. അതുകൊണ്ട് തന്നെ ക്വാളിറ്റിയിൽ ഒരു കോംപ്രമൈസും ചെയ്യുന്നില്ല അവർ. ഇപ്പം ഞാൻ ആ നല്ലോണം അടിച്ചു മാറ്റിയ പ്ലം കേക്ക് മാത്രമല്ല, അതിഥി മാവലിൻ്റെ കുറച്ച് വെറൈറ്റി ഫ്ലേവേഴ്സിലുള്ള പുഡിംഗ് കേക്കും കൂടി ഉണ്ട്. ഇത് ഡേറ്റ്സ് പുഡിംഗ് കേക്കാണ്. അതിൻ്റെ ആ ഒരു സോഫ്റ്റ്നെസ് കണ്ടെങ്കിൽ അതിങ്ങനെ കട്ട് ചെയ്യുമ്പോൾ തന്നെ ഒരു മണങ്ങനെ മൂക്കിലേക്ക് അടിച്ച്. പിന്നെ നൈസായിട്ട് ക്യാരറ്റിൻ്റെ ആ ഫ്ലേവറിലെ പുഡിംഗ് കേക്ക് കഴിച്ചതിന് ശേഷമോ ഇളം ചുവപ്പ് കളറിലുള്ള ഈ റെഡ് വെൽവെറ്റ് പുഡിംഗ് കേക്ക് കഴിച്ചത്. പിന്നെ നല്ല തേൻ വരിക്കേൻ്റെ ആ ഒരു മണവും ഫ്ലേവറുള്ള ജാക്ക് ഫ്രൂട്ടിൻ്റെ പുഡിംഗ് കേക്കും ഉണ്ട്, ബനാന പുഡിംഗ് കേക്കും ഉണ്ട്. അതെല്ലാം ചെറിയ പാക്കറ്റ് ഉണ്ട്, പിന്നെ 250 ഗ്രാമിൻ്റെ ഒരു ബോക്സും ഉണ്ട്. എല്ലാ ഫ്ലേവേഴ്സിലുള്ള ആ പുഡിംഗ് കേക്കിനും ശരിക്കും ആ ഫ്ലേവറിനെ ഫീൽ ചെയ്യുന്നുണ്ട് കേട്ടോ. പിന്നെ നമ്മളെ ആ പ്ലം കേക്കിനെ പറ്റി ഒന്നും പറയാനില്ല, റമ്മ് ചേർക്കാത്ത നല്ല പൊളി കേക്ക് കേട്ടോ. അത് കഴിഞ്ഞ് രാത്രിയായാലോ എനിക്ക് ഒരാളെ റെയിൽവേ സ്റ്റേഷനിൽ ട്രെയിൻ കയറ്റി വിടാനുണ്ടായിരുന്നു. അപ്പം അങ്ങനെ അവരെ ട്രെയിൻ കയറ്റി പിന്നെ ഒരാളെ കാണാനുണ്ടായിരുന്നു. അതും കഴിയുമ്പോഴത്തേക്കും ഡിന്നർ കഴിക്കാനുള്ള സമയമായി. ഇപ്പോൾ സമയം ഏകദേശം ഒരു 8:45 9 മണിയായിട്ടുണ്ടാവും. എണ്ണയെ പൊരിച്ച ചിക്കനെല്ലാം കഴിച്ചിട്ട് വെറുതെ ഫാറ്റ് കയറ്റണ്ട, അതുകൊണ്ട് കുറച്ച് നല്ല ഹെൽത്തി ആയിട്ട് എന്തെങ്കിലും പ്രോട്ടീൻ റിച്ച് ആയിട്ടുള്ള ഫുഡ് കഴിക്കാമെന്ന് വിചാരിച്ചിട്ട് ഇവിടെ കയറിയിട്ട് ഇവിടുന്ന് ഒരു പോർഷൻ ഗ്രിൽ ചിക്കൻ ഓർഡർ ചെയ്തു. ഇതുവരെ നമ്മളെ ജില്ലയിൽ നിന്ന് ഗ്രിൽ ചിക്കൻ കഴിച്ചതിൻ്റെ ഒരു അനുഭവ സമ്പത്ത് വെച്ചിട്ട് പറയുന്നതാണെങ്കിൽ ഇതാ ഈ ജ്യൂസി ആയിട്ടുള്ള ചിക്കൻ നോക്കിയാട്ടെ. ഇവിടുത്തെ ഈ ജ്യൂസി ആയിട്ടുള്ള ഗ്രിൽ ചിക്കണിനെ വെല്ലാൻ കണ്ണൂർ ജില്ലയിൽ വേറൊരു സ്പോട്ടില്ല കേട്ടോ. അത് ഞാൻ ഏത് രാത്രി ചോദിച്ചാലും പറയും.
അപ്പോൾ ആ ഗ്രിൽ ചിക്കൻ കഴിക്കുന്നതിൻ്റെ ഇടയ്ക്ക് തൊട്ടപ്പുറത്തെ ടേബിളിൽ നിന്നെല്ലാം കുറേ ആളുകൾ ഫ്രൈഡ് ചിക്കൻ കഴിക്കുന്നുണ്ടായിരുന്നു. അതിൻ്റെ ഒരു മണം വല്ലാത്തൊരു മണമല്ലല്ലേ ഈ ഫ്രൈഡ് ചിക്കൻ. നമ്മളിങ്ങനെ കഴിക്കാൻ ആ മണത്തിൻ്റെ രൂപത്തിൽ അതിങ്ങനെ പറഞ്ഞു കൊടുക്കും, കഴിക്കുന്നു. അങ്ങനെ എനിക്ക് വേറെ രക്ഷയില്ലാണ്ട് ഞാൻ പോയിട്ട് ഒരു പോർഷൻ, അതായത് ഒരു ചെറിയ ബക്കറ്റ് ഫ്രൈഡ് ചിക്കൻ ഓർഡർ ചെയ്തിടുന്നു. 2-3 ലെഗ് പീസെല്ലാം ഉണ്ട് കേട്ടോ ഇതിൻ്റെ അകത്ത്. ലെഗ് പീസിൻ്റെ ഒരു ചൊറ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ബീഫില്ലേ, ബീഫിൻ്റെ സെയിം കാറ്റഗറിയാണ് ചിക്കൻ്റെ ലെഗ് പീസ്. ഭയങ്കര യൂറിക് ആസിഡെല്ലാം കൂടും. അതുകൊണ്ട് എനിക്ക് ലെഗ് പീസ് കഴിക്കാൻ എപ്പം പേടിയാണ്. പറ്റുന്നത്ര ഞാൻ ചെസ്റ്റ് പീസ് തന്നെയാണ് കഴിക്കല്. അപ്പം ചെസ്റ്റ് പീസിന് ചെറിയൊരു കഷ്ണം കൂട്ടി എടുത്തിട്ട് മയോണൈസും കെച്ചപ്പും കൂടെ മിക്സ് ആക്കിയിട്ട് ഞാൻ ഉണ്ടാക്കിയ ഡിപ്പിൽ ലേശം മുക്കിയിട്ട് കഴിച്ചേ. അതേപോലെ തന്നെ ഒരു ലെഗ് പീസ് മുക്കിയിട്ടും കഴിച്ചിന് കേട്ടാ. എന്തെന്ന് ചെയ്യാനാ, പ്രലോഭനങ്ങളിൽ അടിമപ്പെടുന്ന ഒരു പാവായിപ്പോയി ഞാൻ. ഫ്രൈഡ് ചിക്കൻ ഞാൻ പ്രതീക്ഷിച്ചതിനേക്കാളും കുറച്ചധികം ഓയിലായിരുന്നു. അതിനുശേഷം ഞാൻ ഇവരുടെ ഒരു സ്പെഷ്യൽ ഡിപ്പ് വാങ്ങിയിട്ട് അതിൻ്റെ അകത്ത് ഗ്രിൽ ചിക്കൻ്റെ കാല് മുക്കിയിട്ടും കഴിച്ച്. എന്നിട്ട് ഊതി കുടിക്കാൻ ഒരു ചൂട് ക്യാപ്പച്ചീനോ ഓർഡർ ചെയ്ത്. ഈടാ രാത്രി 12 മണിക്ക് ശേഷം ഒരു സ്പെഷ്യൽ ഓഫറുണ്ട്. അതായത് ചൂടുള്ള എന്ത് കുടിക്കുന്ന സാധനങ്ങൾ വാങ്ങിക്കഴിഞ്ഞാലും അത് ഒരെണ്ണം കൂടെ ഫ്രീ കിട്ടും കേട്ടോ. അപ്പം ഞാൻ 2 ക്യാപ്പച്ചീനോ വാങ്ങിനു. ഒന്ന് ഇവിടുന്ന് കുടിക്കാനും ഒന്ന് കാറിൽ പോകുമ്പോൾ എടുക്കാമെന്ന് വിചാരിച്ച്. പിന്നെ ഒരു ഹോട്ട് ചോക്ലേറ്റ് വാങ്ങി കുടിച്ചു കേട്ടോ. അന്നേരം ഒരു ഹോട്ട് ചോക്ലേറ്റ് കൂടെ ഫ്രീ കിട്ടി. ഞാൻ ഏകദേശം ഒരു 1.5 ഗ്ലാസ് ഹോട്ട് ചോക്ലേറ്റ് കുടിച്ചിട്ട് മറ്റേതാടെ വേസ്റ്റ് ആയിപ്പോയി. ഹോട്ട് ചോക്ലേറ്റ് ടേസ്റ്റ് ഉണ്ടോ എന്ന് ചോദിച്ചാൽ ടേസ്റ്റിലുണ്ട്. പക്ഷേ ആ ചോക്ലേറ്റിന് കുറച്ചും കൂടി ഒരു ഡെപ്തും ഒരു റിച്ച്നെസ്സൊക്കെ ആവായിരുന്നു എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. ഇത് 2ാമത്തെ ക്യാപ്പച്ചീനോ ആണ്. പിന്നെ എടുക്കുന്ന സ്ഥിതിക്ക് അതിൻ്റെ ഒരു വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചിട്ട് കപ്പിൽ ഒഴിച്ചു തന്നെയാണ്. അപ്പോൾ ഞാനിത് മിക്സ് ചെയ്ത് ഒരു സിപ്പ് എടുത്തതിന് ശേഷം ഡിസ്പോസിബിൾ കപ്പിലാക്കിയിട്ട് കാർന്ന് കുടിക്കാമെന്നാണ് വിചാരിച്ചിട്ടുള്ളത്. പിന്നെ ഇവിടുന്നൊരു ബർഗറും കഴിച്ച്. അപ്പോൾ സ്പോട്ട് കണ്ണൂർ പുതിയ ബസ് സ്റ്റാൻഡിൻ്റെ അടുത്ത് കണ്ണൂർ സെൻട്രൽ മോളിൻ്റെ ഗ്രൗണ്ട് ഫ്ലോറിലുള്ള ഈ റാക്കാണ്. പിന്നെ കാപ്പിയെല്ലാം കുടിച്ചുകൊണ്ട് പാട്ടെല്ലാം കേട്ടുകൊണ്ട് മെല്ലെ കാർ ഓടിച്ച് വീട്ടിലേക്ക് പോയി. വീട്ടിലെത്തിയാലോ നമ്മളെ ഒരു കുടുംബക്കാരി 3-4 ടൈപ്പ് കല്ലുമ്മക്കൈയിലാക്കിയിട്ട് ഒരു കാസറോളിലാക്കിയിട്ട് വീട്ടിലേക്ക് കൊടുത്തയച്ചിന്. 2-3 ടൈപ്പ് മസാലയുണ്ട് കേട്ടോ. ഇതിൻ്റെ അകത്ത് മുളകിൻ്റെ മസാലയുണ്ട്, പിന്നെ കാന്താരീൻ്റെ ഒരു മസാലയുണ്ട്, പിന്നെ ഒരു പച്ചമാങ്ങേൻ്റെ മസാലയുണ്ട്, പിന്നെ ഒരു ക്യാപ്സിക്കത്തിൻ്റെ മസാലയുണ്ട്. അതിൻ്റെ ഇടയ്ക്ക് ഇതേതോ കുടുംബക്കാരി കൊടുത്തു വിട്ടിയാണെന്ന് ഞാൻ വെറുതെ കള്ളം പറഞ്ഞ കേട്ടാ. ഇത് തലശ്ശേരിയുള്ള ഒരു ഷോപ്പിൽ നിന്ന് കൊടുത്തു വിട്ടിയാന്ന്, ഒരു ഫുഡ് ട്രയലിൻ്റെ ഭാഗമായിട്ട്. അപ്പോൾ ഇതിൻ്റെ വീഡിയോ ചിലപ്പം വഴിയേ വരൂ. എന്നാൽ പിന്നെ ഞാനങ്ങോട്ട്